ടൺ കണക്കിന് മണ്ണാണ് നാലാൾ ഉയരത്തിലുള്ളത്. ഉരുളൻ കല്ലുകൾ വേറെയും. വയനാട്ടിലെ കള്ളാടിയിലുള്ള ദുരന്തം ഇവിടെ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ് പട്ടാമ്പിക്കൊപ്പം ആമയൂർ എരുമത്തടം ഓടുപാറ ഗ്രാമവാസികൾ. മഴ തുടങ്ങിയതോടെ കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ ആമയൂർ എരുമത്തട നിവാസികൾ ഭീതിയിലാണ്. വയനാട്ടിലെ കള്ളാടി ദുരന്തത്തിന്റെ മറ്റൊരു നേർക്കാഴ്ച കൂടിയാണ് എരുമത്തടം നിവാസികൾക്ക് മുന്നിലുള്ളത്. എരുമത്തടം പ്രദേശത്ത് കുന്നിനു മുകളിൽ പ്രവർത്തിക്കുന്ന ക്വാറിയും ഇവിടെ കൂട്ടിയിട്ട ടൺ കണക്കിന് മൺകൂനയുമാണ് ഇവിടുത്തുകാരുടെ സ്വൈര്യ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നത്. മഴ തുടങ്ങിയതോടെ കൂട്ടിയിട്ട മണ്ണ് കുത്തിയൊലിച്ച് താഴ്വാരത്തെ വീടുകളിലേക്ക് എത്തിയതാണ് ആശങ്ക പടർത്തുന്നത്. മഴയിൽ മൺകൂനയിൽ നിന്നും മണ്ണും ചളിവെള്ളവും സമീപത്തെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരെ ഭീതിയിലാഴ്ത്തുന്നത്. ഈ അടുത്താണ് ഇവിടെ കോറിന്റെ പ്രവർത്തനം തുടങ്ങിയത്. അത് കാരണം ശക്തമായ സ്ഫോടനം നമുക്ക് അനുഭവപ്പെടുന്നത്. വീടിൻ്റെ കാര്യത്തിൽ വളരെ ഭീതിയിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്. അതുമാത്രമല്ല, ആ മലമുകളിൽ നിന്നുള്ള മണ്ണെല്ലാം ഞങ്ങൾ ഈ അടുത്ത് ഈ മുകളിലായിട്ടുള്ള കോറിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കല്ലും മണ്ണും ഒക്കെ ഉണ്ട്. അത് ഒലിച്ചു വരുമെന്നുള്ള ഭീതി നമുക്ക് സ്വാഭാവികമാണല്ലോ, ഉണ്ട്. പിന്നെ ഒലിച്ചു വന്ന വെള്ളമാണ് മണ്ണും. അതുകൊണ്ട് ഈ അടുത്ത് ഞങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ കിണറിലേക്ക് അതിൻ്റെ ഉപരിതലത്തിലുള്ള വെള്ളം പോലെയാണല്ലോ കിണറ്റിലെ വെള്ളത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടാകൽ. അങ്ങനെ ആ കുടിവെള്ളത്തിൻ്റെ പ്രശ്നത്തിലും പേടിയിലാണ്. അതിനേക്കാൾ ഉപരി ആ മണ്ണ് എത്രയോ ഹൈറ്റിലാണ് ആ മണ്ണ് അവിടെ കൂട്ടിയിട്ടുള്ളത്. അതിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങൾ നല്ല പേടിയിലാണ്. പഞ്ചായത്തിലും വില്ലേജ് ഓഫീസർക്കൊക്കെ ഇന്നലെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അധികൃതരിൽ നിന്നും ഒരു നീതി, അതായത് ഇവിടെ ഭയമില്ലാതെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. വേണ്ട നടപടികൾ സ്വീകരിക്കണം. ഇത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വർഷങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്ത് പ്രവർത്തിച്ചിരുന്ന കരിങ്കൽ കോറി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഇതിന് സമീപത്താണ് 6 മാസങ്ങൾക്ക് മുൻപ് എല്ലാവിധ അനുമതിയോടെയും മറ്റൊരു കരിങ്കൽ കോറി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. തുടക്കത്തിൽ തന്നെ നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചിരുന്നുവെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്നും കാര്യമായ നടപടികൾ ഉണ്ടായില്ല. ഈ കാണുന്നത് ആമയൂർ എരുമത്തടം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള കോറിയിലെ വേസ്റ്റ് കൊടുന്നിട്ടതാണിത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ കോറി വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മണ്ണ് കൊടുന്നിട്ട് ഇവിടെ ഇട്ടതാണ്. അപ്പോൾ ഈ മഴയുടെ മുന്നേ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇവിടുന്ന് വെള്ളം വരുന്ന സ്ഥലമാണിത്, അപ്പോൾ ഇങ്ങോട്ട് മണ്ണിറങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വരില്ല, കല്ല് വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇന്നലത്തെ മഴക്ക് ഞങ്ങൾ ഈ താഴത്തുള്ള നമ്മളെ 2-3 വീട്ടിലൊക്കെ ഈ വെള്ളവും ചളിയും കൂടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ മുകളിൽ പറഞ്ഞാൽ ഒരുപാട് ദൂരക്ക് ഹൈറ്റിൽ മണ്ണ് കിടക്കുക. അവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ കയറി നോക്കുമ്പോൾ വലിയ വിള്ളൽ പോലെ വന്നിട്ടാണ് നിൽക്കുന്നത്. ഈ മണ്ണ് കംപ്ലീറ്റ് ഏത് നിമിഷം മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ഒന്നിച്ച് തള്ളി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ഈ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. 10-60ഓളം വീടുകളുള്ളതാണ് ഈ താഴത്ത്. അപ്പോൾ വയനാട് ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ. അപ്പോൾ ആ ഒരു പേടിയിലാണ് ഇപ്പോൾ രാത്രി ഇവിടെ താമസിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്, പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കണത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഈ മണ്ണ് മാറ്റി തരാനുള്ള ഒരു നടപടി ഉണ്ടാവണം. അതാണ് ഇപ്പോൾ നമ്മൾ അവരോട് സംസാരിച്ചിട്ടുള്ളത്. പുതിയ കോറിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്ത ടൺ കണക്കിന് മണ്ണാണ് ഇവിടെ കൂനയായി ഉയർന്നു നിൽക്കുന്നത്. ഇത് താഴേക്ക് പതിക്കാതിരിക്കാൻ പടുകൂറ്റൻ കല്ലും ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. 60-ലേറെ വീടുകൾ കോറിക്ക് താഴ്വാരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മഴ ശക്തമായതോടെ മൺകൂനയിൽ നിന്നും വലിയ തോതിൽ മണ്ണും ചെളിവെള്ളവും താഴെയുള്ള വീടുകളിലേക്ക് എത്തിത്തുടങ്ങി. വയനാട്ടിലുണ്ടായതുപോലെ കനത്ത മഴയിൽ മുഴുവൻ മണ്ണുമിടിഞ്ഞ് എത്തുമോ എന്ന ആശങ്കയാണ് നാട്ടുകാർക്കുള്ളത്. ഈ വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പഞ്ചായത്തിൽ ഉൾപ്പെടെ പരാതി നൽകിയിരിക്കുകയാണ്. മൺകൂന നീക്കം ചെയ്യാൻ പലതവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണെന്നും എന്നാൽ നടപടി ഉണ്ടായില്ലെന്നും പാറമടയിൽ നിന്നുമുള്ള ഉഗ്രസ്ഫോടനങ്ങളും തങ്ങളെ ഭീതിയിലാഴ്ത്തുകയാണെന്നും പ്രദേശവാസികൾ പറയുന്നു. ഇതിന്റെ മുന്നേ ഇവിടെ ഒരു കോറിയും പാറമടയും ക്രഷറൊക്കെ പാടെ പ്രവർത്തിച്ചിരുന്നു. അത് ഇവിടുത്തെ വീട്ടുകാർക്ക്, അതായത് ഈ പരിസരത്തുള്ള താമസക്കാരും വീട്ടുകാർക്ക് ശല്യമായി കൊണ്ട് പൊടിയും മറ്റുള്ള കല്ലുകൾ വന്ന് വീണിട്ടും പൊടി വന്ന് വീണിട്ടും ശല്യമായി അവരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിൻ്റെ നിയമവിലേക്ക് പോയി കളക്ടർക്കും മറ്റുള്ളതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ കഴുത്തും കാര്യങ്ങളൊക്കെ കൊടുത്ത് കളക്ടർ ഓഫീസിലൊക്കെ 4-5 പ്രാവശ്യം പോയി. ഇവിടുത്തെ ജനങ്ങളുടെ സഹകരണത്തോടെ എങ്ങനെയായാലും ആ കോറി നിന്ന് പോയിട്ട് വർഷങ്ങളായി, 5-8 വർഷമായിട്ടുണ്ടാവാനാണ് സാധ്യത. അതിൽ കൂടുതലല്ലാതെ കുറയില്ല. ഇപ്പോൾ ഒരു പുതിയ പാർട്ടി സ്റ്റേറ്റിൽ നിന്ന് ഇവിടുന്ന് വന്നിട്ട് അവർ പുതിയ കോറിയൊക്കെ ഇവിടെ നടത്താൻ വേണ്ടി കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അതിൽ വലിയ പാറമട തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ആ പഴയ കോറിയിൽക്കൊക്കെ മണ്ണ് തള്ളിയും കൊണ്ട് ഇവരിവിടെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. മഴ പെയ്താലുള്ള വെള്ളങ്ങളൊക്കെ ഒലിച്ചു വന്ന് ഞങ്ങളുടെ പറമ്പിലും വീടുകളിലും കുട്ടികൾക്കും വീട്ടുകാർക്കും മൊത്തം ശല്യം. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം ഇതിൻ്റെ
ദൂരപരിധി മണ്ണ് കിടക്കുന്ന എത്രങ്ങാനും ഉയരത്തിലാണ് വലിയ കുന്നുപോലെ മണ്ണ് പൊടിമണ്ണ് കൊടുന്ന് കൂട്ടിയിരിക്കുകയാണ്. ഈ മഴ പെയ്തു കഴിഞ്ഞാൽ ഈ മഴയും വെള്ളവും ഒക്കെ പാടെ കുത്തിയൊലിച്ച് ഇവിടെ വന്നാൽ കാണാം. ഈ ഭാഗത്ത് വീട്ടിലെ വളപ്പിൽക്കൊക്കെ വന്നാൽ കാണാം. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം. അതിനുള്ള പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിങ്ങളോട് വരാൻ പറഞ്ഞത്. ഇതിനൊരു തീരുമാനം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ കണ്ട് അറിഞ്ഞ് പ്രവർത്തിച്ചിട്ട് എങ്ങനെയും ഞങ്ങൾക്കൊരു സുരക്ഷ ഉണ്ടാക്കണം. ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുകയാണ് ഈ മൺകൂന. മഴയിൽ വലിയ തോതിൽ ഒലിച്ചെത്തിയാൽ അത് ഇവിടുത്തുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണ്. നിലവിൽ ചളിവെള്ളമെത്തി കിണറുകളും മലിനമായി തുടങ്ങി. ഇതിനൊരു ശാശ്വത പരിഹാരം ഉടൻ ഉണ്ടാവണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. ഈ ചാനൽ ന്യൂസ് കൊപ്പം. Yes.